ഹലോ ഗൈസ്, മലയാളികൾക്ക് മലയാളികളുടെ വില അറിയില്ല, അല്ലെങ്കിൽ വെള്ളത്തൊലിയുള്ള സായിപ്പന്മാരെ എപ്പോഴും നമ്മളെക്കാളും മുകളിലായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഒത്തിരി ന്യൂസുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നത്. അയർലൻഡിൽ നിന്ന്, അല്ലെങ്കിൽ UK നിന്ന്, കാനഡയിൽ നിന്നൊക്കെ വരുന്നത്. സായിപ്പന്മാർ നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പൊള്ളുന്നുണ്ടല്ലേ. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്കൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ, ഞാൻ ക്ലൗഡ് മല്ലു, പേര് ചാൾസ് എന്നാണ്. ഞങ്ങൾ ജർമ്മനിയിൽ നിന്നും. ഇവിടെ കുട്ടികൾക്ക് എന്ത് കോഴ്സ് പഠിച്ചാൽ ഇപ്പോൾ ജോലി കിട്ടും, നഴ്സുമാർക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാം, കൂടാതെ ഇവിടുത്തെ ജീവിത വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോഴും വെള്ളക്കാരെ കാണുമ്പോൾ നമ്മളുണ്ടല്ലോ ഓക്കാനിച്ച്, പണ്ട് നമ്മളുണ്ടല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവരുടെ ഫുഡ് സ്റ്റെപ്പായിട്ട്, അവർക്ക് ചവിട്ടുപടിയായിട്ട് നമ്മൾ കുനിഞ്ഞു നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്കുള്ളത്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഏർലി മോർണിംഗ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. വെള്ളത്തൊള്ളിയുള്ള ഒരു പെൺകുട്ടി മലയാളത്തിൽ പറയുന്നു, ഇന്ന സ്ഥലത്ത് പോയി ജർമ്മൻ പഠിക്കണമെന്ന്. അപ്പം ഞാൻ അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി. പുള്ളിക്കാരത്തി ജർമ്മനിയിൽ നിന്നുള്ളതാണോ? അല്ല, ജർമ്മനിയിൽ നിന്നല്ല. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളിക്കാരത്തി ജർമ്മൻ ഇവിടെ പോയി പഠിക്കാൻ പറയുന്നത്? പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ആകെ ഉള്ളത് വെള്ള കളറിലുള്ള ഒരു തൊലിയും പറയുന്ന അരമുറി മലയാളവും മാത്രമാണ്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മൾ എന്താ കരുതുന്നത്? അയ്യോ, ഒരു മദാമ്മ മലയാളം സംസാരിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളൊന്ന് ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ അരമുറി ജർമ്മനും പറഞ്ഞിട്ട് നമ്മളിവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനോ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ അംഗീകരിക്കുമോ? ഒരു പട്ടിക്കുഞ്ഞിനുള്ള വില പോലും നമുക്ക് തരില്ല. അപ്പോൾ ഈ സെയിം സാധനം നമ്മുടെ മെൻറ്റാലിറ്റിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. വെള്ള കളറുള്ള ഒരു പെണ്ണ് മദാമ്മ അരമുറി മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം, B2 ലെവൽ മലയാളം ഉണ്ടോ ഇവക്ക്, അല്ലെങ്കിൽ B1 ലെവൽ മലയാളം ഉണ്ടോ ഇവക്ക്, മലയാളം എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പുള്ളിക്കാരത്തി പറയുന്നതിനോ അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ എതിരല്ല. നമ്മുടെ ഒരു ചിന്താഗതി പണ്ടൊക്കെ ഉണ്ടല്ലോ IELTS, ഇപ്പോഴാണ് ജർമ്മനിക്ക് കഴിഞ്ഞ ഒരു 5-6 വർഷമാണ് ജർമ്മനി അങ്ങ് ബൂമായിട്ട് വന്നിട്ട്. അതിനു മുമ്പ് കാനഡയും UK ഒക്കെ ആയിരുന്നു തിളങ്ങി നിന്നത്. ആ സമയത്ത് IELTS പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഒത്തിരി സ്ഥാപനങ്ങളിൽ പ്രായമുള്ള അമ്മച്ചിമാരെ UK നിന്ന് കിട്ടിയില്ല, ബ്രിട്ടീഷ് അമ്മച്ചിമാരെ കിട്ടിയില്ലെങ്കിലും അയർലൻഡിൽ നിന്നോ കാനഡയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അവരുടെ ഒരു മുഖം വെച്ചിട്ട് ഇവർ കോഴ്സിന് ഒത്തിരി കുട്ടികളെ എടുക്കുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരത്തി ജർമ്മനിയിൽ നിന്നുള്ളതാണ്. പുള്ളിക്കാരത്തി പഠിപ്പിക്കുന്നത് A1 ലെവലാണ്. ബേസിക് കാര്യങ്ങൾ. അതെനിക്ക് തോന്നുന്നു ഒരു ചെറിയ പൈസ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാവുന്ന കോഴ്സേ ഉള്ളൂ. പക്ഷേ ഇത് പുള്ളിക്കാരത്തി പഠിപ്പിക്കുന്നത്, ഈ ജർമ്മൻ പുള്ളിക്കാരത്തി പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണെന്ന് അറിയാമോ? 25,000-30,000 രൂപയാണ് പുള്ളിക്കാരത്തിയുടെ ക്ലാസ് എടുക്കുന്നതിന് ഞാൻ കൊടുക്കും. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് സാധാരണ ഒരു മലയാളി പെങ്കൊച്ച് നമുക്ക് പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുന്നതോ അത്രയുള്ള കാര്യങ്ങളേ ഉള്ളൂ. A1 ലെവൽ ബേസിക് ജർമ്മൻ. പക്ഷേ ഒരു വെള്ള കളറുള്ള ഇവിടെ നിന്നുള്ള ഒരു പുള്ളിക്കാരത്തി പഠിപ്പിക്കുന്നതിന് നമ്മൾ 10 ഇരട്ടിയോ അല്ലെങ്കിൽ 20 ഇരട്ടിയോ പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇനി ഇതിന് ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നാട്ടിലൊക്കെ എല്ലായിടത്തും കാണാം, ഒരു ഫോറിനർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്ന വഴിയാണോ എന്ന് അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷിലോ ജർമ്മനിലോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലായില്ല അല്ലെങ്കിൽ തിരിച്ചു പറയാൻ അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എന്നാണെന്ന് അറിയോ? നമ്മളെന്തോ ചെറിയ ആളുകളാണ്, നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ അങ്ങനെ കരുതുന്നേ? കാരണം ഇപ്പം ഇവിടെ നിന്ന് ഉൾഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അവർക്ക് അവരുടെ ഭാഷ മാത്രം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഉൾഗ്രാമങ്ങളിൽ പശുവിനെ നോക്കുന്ന സായിപ്പുമാരുണ്ട്, അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയുള്ളൂ. നമ്മൾ അവിടെ ചെന്നിട്ട് വേറൊരു ഭാഷ സംസാരിച്ചാലോ അല്ല ജർമ്മനിയിൽ വന്ന് ഇംഗ്ലീഷ് സംസാരിച്ചാലോ അവർക്ക് അറിയില്ല. അവർക്ക് അതുകൊണ്ട് ഒരു എന്താ പറയുന്ന കൊച്ചാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ചെറുതാണെന്നോ അവർക്ക് തോന്നില്ല. മറിച്ച് അവർ തോന്നുന്നത്, ഞങ്ങളുടെ രാജ്യത്തോട്ട് നിങ്ങൾ വന്നിരിക്കുമല്ലേ, എന്തുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിൽ ചോദിക്കുന്നില്ല എന്നൊരു ഗർവമാണ് അവർക്കുള്ളത്. ഈ സാധനമാണ് നമുക്കില്ലാത്തത്. എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ അവർ മലയാളത്തിൽ ചോദിച്ചു എന്ന് കരുതി അന്ന് അവരുടെ ഔദാര്യോ അല്ലെങ്കിൽ അതൊരു വലിയ മദാമ്മ മലയാളത്തിൽ സംസാരിക്കുന്നല്ലോ, അതൊരു കാര്യമില്ല. അവർക്ക് ആകെ സുഖമാണോ എന്നായിരിക്കും അറിയുള്ളൂ. സുഖമാണോ, സുഖമാനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും.
അതല്ല, അവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മലയാളം പഠിക്കണം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലോട്ട് വന്നെങ്കിൽ ഹിന്ദി പഠിക്കണം. ഇതിലൊന്നും എന്താ പറയുന്നത് ഒരു വലിയ കാര്യമല്ല, അതൊരു നീഡാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഭാഷ സംസാരിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ B2 വരെ പഠിച്ച കുട്ടികൾ ഇവിടെ വന്നിട്ട് ഭാഷ തപ്പി സംസാരിക്കുമ്പോൾ ഇവർ കളിയാക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ചാൻസുകൾ മിസ്സാവുന്നതോ ഇതുപോലെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വില കളഞ്ഞു കുളിക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ നാട്ടിലെ ഓണാഘോഷമോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ ഹോളിയോ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ആഘോഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തോന്നുന്നു. അത് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പക്ഷേ ഈ സെയിം സാധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്ന് ഇന്ത്യയിലോ പല സ്ഥലങ്ങളിലോ എന്ത് കാണിച്ചാലും നമ്മൾക്ക് തന്നെ അയ്യോ അത് സായിപ്പ് കാണിച്ചതല്ലേ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ വിടും. അതുപോലെ ഇല്ല, നമ്മൾ തൊലിയുടെ കളർ വ്യത്യാസം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവിടേക്ക് വന്ന് താമസിച്ചവർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് പഠിക്കാൻ വന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാവും നമ്മളെപ്പോലെ തന്നെ ഉള്ളവരാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത് പല കാര്യങ്ങളിലും നമ്മുടെ അത്രയും സ്കിൽഡ് ഉണ്ടാവില്ല. ഇന്ത്യ എന്ന് പറയുന്നതുകൊണ്ടല്ലോ, നിങ്ങളിപ്പോൾ കുറച്ച് കണ്ടാലും ഉണ്ടല്ലോ, ഇന്ത്യ എന്ന് പറയുന്നത് ലോകശക്തികളിലെ എമേർജിങ് പവറായിട്ട് വരുന്ന എന്താ പറയുക ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ ലോകശക്തികളുടെ ഏറ്റവും മുകളിലോട്ട് വരുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും നമ്മൾ വന്നിരിക്കുന്നത് നാളെ ഒരു സമയത്ത് നമുക്കതിൽ ഭയങ്കര അഭിമാനമായിരിക്കും. ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് പോയി ജോലി ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയുമ്പോൾ എന്നെ കളിയാക്കുമായിരിക്കും, പക്ഷേ ഇത് ഉണ്ടാവുന്ന കാര്യമാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അരമുറി മലയാളം പറഞ്ഞുകൊണ്ട് ഒരു മദാമയോ അല്ലെങ്കിൽ ഒരു സായിപ്പോ ഒരു ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴോ നിങ്ങൾ ഓർക്കുക എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് നമ്മളോട് പറയാനായിട്ട്. അത്രയ്ക്ക് നല്ലതാണ് ഇവരുടെ മലയാളം, നമ്മുടെ കൾച്ചർ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ B2 ലെവൽ മലയാളം ഉണ്ടോ ഇവർക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജർമ്മൻ ഭാഷ ഇന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ ഒരു മദാമ പറയുവാണെങ്കിൽ പുള്ളിക്കാരത്തി ജർമ്മനിയിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ളതാണെങ്കിൽ എന്ത് യോഗ്യതയാണ്. ഈ തൊലിയുടെ കളറും ഈ പറയുന്ന അരമുറി മലയാളം മാത്രമാണെങ്കിൽ അതിന് നമ്മൾ ഇത്ര വില കൊടുക്കണമോ? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം നമ്മുടെ പഠിക്കാനായിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് പോയിരിക്കുന്നതോ അല്ലെങ്കിൽ ജോലിയുമായിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് പോയിരിക്കുന്ന ഒരാൾ പോലും ഏതെങ്കിലും ഒരവസരത്തിൽ നമ്മുടെ തൊലിയുടെ കളർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ കാര്യം കൊണ്ടോ എന്തെങ്കിലും ഒരു അവഗണന ഫേസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വില നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇനിയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുന്നത് അതനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തകളോ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോഴോ ഈ ഒരു വാല്യൂ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.